ഇന്നിവിടെ വിഷുവിളക്ക് ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. ഞാനും യാമിയും അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവാണ്. എന്നും വീഡിയോ അമ്മയല്ലേ എടുക്കുന്നത്, ഇന്ന് വീഡിയോ ഞാൻ എടുക്കാമെന്നാണ് യാമീൻ്റെ പക്ഷം. ആയിക്കോട്ടെ, എങ്ങനെയാണ് ഞാനൊന്ന് ഒരുങ്ങിയിറങ്ങാമെന്ന് ഞാനും തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി അമ്മമ്മേനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനും യാമിയും കൂടെ അമ്പലത്തിലേക്ക് നടന്നുകൊടുക്കുകയാണ്. വഴിയിൽ എല്ലാവരോടും സംസാരിച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ യാമീൻ്റെ ഫ്രണ്ട് നിഹാര ഉണ്ടായിരുന്നു. രണ്ടാളും പട്ടുപാവാടൊക്കെ ഇട്ടുകൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. അപ്പോഴേക്കും നമ്മൾ ആനേനെ ഒരുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രസാദത്തിനായിട്ട് പോയി. പഞ്ചാമൃതവും പാലും നിവേദിച്ച തേനും ഒക്കെ ഉണ്ടായിരുന്നു പ്രസാദത്തിന്. പ്രസാദമൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ ആനേനെ ഒരുക്കി സുന്ദരനാക്കി വെച്ചിട്ടുണ്ട്. നെറ്റിപ്പട്ടൊക്കെ കെട്ടി നല്ല കൊമ്പും കുലുക്കി നിൽക്കുന്ന ഈ ആനേനെ കാണാൻ ഒരു ആനച്ചന്തം തന്നെ ഉണ്ടല്ലേ. അങ്ങനെ അമ്പലത്തിലെ ചെണ്ടമേളമൊക്കെ സ്റ്റാർട്ടായി. ഞാനും യാമിയും കുറച്ച് നേരം ചെണ്ടമേളമൊക്കെ ആസ്വദിച്ച് അങ്ങനെ അവിടെ നിന്നു. സൂക്ഷിച്ച് നോക്കിയാൽ ഈ ചെണ്ടമേളത്തിൽ നമുക്കൊരു സെലിബ്രിറ്റീനെ കാണാൻ കഴിയും. കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി വീട്ടിലേക്ക് ഞാനും യാമിയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങി. അമ്പലത്തിൽ ആൾക്കാരെത്തി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ശീവേലി എഴുന്നള്ളത്ത് വീട്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കുകയും ചെരാതൊക്കെ കത്തിച്ച് വെക്കുവാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി മതിലിൻ്റെ രണ്ട് സൈഡിലും ഞാനും യാമിയും കൂടെ ചെരാതൊക്കെ കത്തിച്ചു വെച്ചു. അപ്പോഴേക്കും ശീവേലി എഴുന്നള്ളത്ത് എത്തിയിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട വിഷുവിളക്ക് ആഘോഷവും അടിപൊളിയായി കഴിഞ്ഞു.